ഞാൻ പുഴയിലിറങ്ങാൻ കുളിക്കാൻ പോവാ കേട്ടോ. പുഴയിലിറങ്ങി കുളിക്കാൻ പോവാണ്. ഇവിടെയൊക്കെ കല്ലാണ്, കല്ല് കിടക്കും. കല്ല് കണ്ടില്ല, സ്ലേവൊക്കെ വീണെടുക്കുക. നമ്പൂതിരിമാർക്ക് പല ചിട്ടകളുണ്ട്. രാവിലെ കുളിക്കുമ്പോൾ കുളിക്കേണ്ട ശേഷം കയ്യിൽ ജലം എടുക്കുക. അത് ഗംഗ യമുന ചൈവ ഗോദാവരി നർമ്മദ സിന്ധു ഗാവേരി ജലസ്മിൻ സന്നിധിയും പുറന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് തലയിൽ വയ്ക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഒഴിക്കണം. ഗംഗ യമുന ചൈവ ഗോദാവരി സിന്ധു ഗാവേരി ജലസ്മിൻ സന്നിധിയും പുറന്ന് 3 പ്രാവശ്യം ഒഴിക്കുക. 3 പ്രാവശ്യം ഒഴിക്കുക. പിന്നെ 3 പ്രാവശ്യം തിരിയുക. മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് 3 പ്രാവശ്യം തിരിയുക. എല്ലാ സകല ലോകങ്ങളും ചുറ്റിക്കറങ്ങുക എന്നുള്ള പ്രതീതി ഉണ്ടാവുക. കാശി, രാമേശ്വരം, ഗോകർണം മുതലായ എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങുക എന്നുള്ള സങ്കല്പമാണ് ഇതിലുള്ളത്. എല്ലാ സ്ഥലങ്ങളും എല്ലാ ദേവന്മാരെയും നമ്മളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുമില്ല. പിന്നെ 3 പ്രാവശ്യം തൂവാണ് പിതൃക്കക്ക്. പിന്നെ ആദ്യം ഓം ദേവേഭ്യോ നമ, ഓം ദേവേഭ്യോ നമ, ദേവേഭ്യോ നമ. പിന്നെ ഓം അങ്ങനെ 3 പ്രാവശ്യം തളിക്കണം, ചൊല്ലി തളിക്കണം. പിന്നെ ഓം പിതൃഭ്യോ നമ, പിതൃഭ്യോ നമ, പിതൃഭ്യോ നമ. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. അങ്ങനെയാണ് മഹർഷിമാരെ പൂജാരിമാരെ തെറ്റാണ്. ആദ്യം ദേവന്മാർക്കും പിന്നെ ഋഷിമാർക്കും പിന്നെ പിതൃക്കൾക്കും വേണ്ടി 3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കൊടുക്കണം, ജലം കൊടുക്കുക. അതാണ് നമ്പൂതിരിമാരെ ചിട്ട. പിന്നെയും പറയാനുണ്ട്, പക്ഷേ അത് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ടുള്ള കുറേ ഇതുണ്ട്, കുറേ ചടങ്ങുകളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം.